ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂട്ടുകാരെ, ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ GTA 5 മോഡ് ആഡ് ആകാൻ പോവാണ് ഗൈസ്. GTA 5 മോഡ് അതെല്ലാവർക്കും അറിയാവുന്ന മോഡ് തന്നെയായിരിക്കും. നമ്മുടെ ഒരു ഗെയിമിങ്ങിൻ്റെ മോഡ് തന്നെയാണ്. കുറേ പേര് ആഗ്രഹിച്ചാണ് നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡ് വരേണ്ടത്. അപ്പം അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു അവഞ്ചേഴ്സ് മോഡ് കൂടെ ആഡ് ആകാൻ പോവാണ്. അതിൽ അയൺമാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഗോഡ്സിലും കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ സെറ്റ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയത് ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ നോക്കണം. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്കൂടെ നല്ല വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇവിടെ ഗോഡ്സിലാനെ തടുക്കാൻ വേണ്ടി ഒരു മസ്താങ്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള വണ്ടികൾ എടുക്കാം. എൻ്റെ ഫേവറേറ്റ് വണ്ടി ഇപ്പം മസ്താങ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എടുത്തത്. നിങ്ങൾക്കിഷ്ടമുള്ള വണ്ടികളും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗോഡ്സില നമുക്ക് എവിടെയാണ് തപ്പണം? സിറ്റിയുടെ സെൻറ്ററിലുണ്ടെന്നാണ് നമ്മുടെ ഡെവലപ്പർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിറ്റിയുടെ സെൻറ്ററിൽ പോയി നോക്കാം. ഞാൻ ഇപ്പോൾ സിറ്റിയുടെ സെൻറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗോഡ്സിലും തൊട്ടാൽ മതി. തൊട്ടാ നിമിഷം തന്നെ നമ്മൾ എന്തായി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗോഡ്സില എടുത്തൊന്ന് എന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ സിറ്റിയുടെ സെൻറ്റർ ആയപ്പോഴത്തേക്കും ഒന്ന് നിർത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മളിവിടെ ഡോൺമോ എടുത്തിട്ടുണ്ട്. അവിടെ ചെന്നാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. കാണാനുള്ള സമയം നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡോൺമോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോഡ്സിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടും ഹൊററായിട്ടുള്ള മോവാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, നല്ല കോമഡിയാണ്. അപ്പോൾ നമുക്ക് ഡോൺ മോഡ് മാറ്റിയിട്ട് നമുക്ക് ഇനി മെഷീൻ ഗൺ വല്ലതും എടുക്കാം. എന്നിട്ട് അതിനെ വെടി വെക്കാം. വെടി വെക്കുമ്പോൾ അതിങ്ങോട്ട് ഓടി വരുമെന്നാണ് തോന്നുന്നത്. വെടി വെച്ചിട്ട് അയ്യോ ഗൈസ്, നമുക്ക് കാറിൽ കയറി പോയാലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാറിൽ കയറിയേക്കാം. സമയമില്ല, ഇതേ വരുന്ന വെടിവെക്ക്. കണ്ടോ ഗൈസ്, തൊട്ടപ്പം തന്നെ നമ്മൾ വേസ്റ്റായി പോയിരിക്കുകയാണ്. മസ്താങ്കിനെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഡ്രാഗനെ കൊണ്ട് പറ്റുമല്ലോ. നമ്മുടെ ഡ്രാഗനെ ഒന്ന് പുള്ളിക്കാരൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടിയിട്ടുണ്ട്. വാടാ ധൈര്യം ഉണ്ടെങ്കിൽ നീ വന്ന് പിടിക്കടാ. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകാം. എയർപോർട്ടിനകത്തോട്ട് പോയിട്ട് നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. എന്നിട്ട് അതിനെ വെടിവെച്ച് കൊല്ലാം. കണ്ടോ ഗൈസ്, ഡ്രാഗൺ ലോണാണ് നമ്മൾ ഇത്ര നേരം പിടിച്ചു നിന്നത്. അപ്പോൾ നമുക്കത് നേരെ ആ സൈഡിലോട്ട് പോയി എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യാം. ഗൈസ്, നമ്മളിത് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ കാറിൻ്റെ സിമ്പിൾ പിടിച്ച് നിൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഗൈസ്, ഞാൻ പെട്ടു. ഡ്രാഗനൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ചത്ത്. പിന്നെ ഇവിടെ നേരിച്ചു പോയേ. ഡൈനോസറിൻ്റെ ഇടിയുണ്ടല്ലോ, നമ്മൾ നേരത്തെ വേസ്റ്റ് ആയിപ്പോയി. ഒന്നിനെ കൊണ്ടും പറ്റത്തില്ല. അവസാനം നമ്മൾ മഹീന്ദ്ര ഷോറൂമിൽ നിന്ന് മഹീന്ദ്രയുടെ താറാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ഗോഡ്സില കണ്ടറിയാം. അതിനായി എന്നും കാണൂ ഹണി ബീച്ച് ചാനൽ. അപ്പോൾ നമുക്ക് ഗോഡ്സില എടുത്തോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിത് വേഗം തന്നെ ഗോഡ്സില എടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറങ്ങിയിട്ട് അതിന് വെടിവെച്ച് കൊല്ലാം ഗൈസ്. വെടിവെച്ച് കൊല്ലാം. 2 പ്രാവശ്യം നമ്മളെ വന്നെടുത്താം. നമ്മളിത് മെഷീൻ ഗൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് വെടിവെക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞ് ഗൈസ്, ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒച്ച കേൾക്കണം, അന്നേരം നിങ്ങൾ ഞെട്ടിപ്പോവും. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഞെട്ടിപ്പോവും ഗൈസ്. ഗൈസ്, ഓടി വരുന്നുണ്ട്. ചാക്. നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ വെടി പോലും പഴിച്ചില്ല. കണ്ടോ, അന്നേരത്തേക്ക് ചത്തുപോയി. നമ്മുടെ താറിൻ്റെ മെഷീൻ ഗണ്ണിൻ്റെ പവറാണത്. പക്ഷെ മസ്താങ്ങിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ വെച്ചിട്ട് നേരത്തെ നിർത്തിയോണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. എന്തായാലും നമ്മൾ മഹീന്ദ്രയുടെ താറെടുത്തപ്പോഴാണ് എല്ലാം പോയത്, എല്ലാം അവസാനിച്ചത്. ബ്രേക്കിംഗ് ന്യൂസ്: ബലവാനായ ഫ്രാങ്ക്ലിൻ നിവേദിനോടൊപ്പം നിന്ന് ഗോഡ്സിലേനെ അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും നിവേദിനും ഫ്രാങ്ക്ലിനും ഒരു കൈയടി. അപ്പോൾ ഗൈസ്, നമുക്കിനി ഗോഡ്സിലയുടെ കാര്യം വിടാം. അപ്പോൾ അത് എങ്ങനെ എടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ GTA 5 മോഡിനെ കുറിച്ച് സംസാരിക്കാം. ഗൈസ്, GTA 5 മോഡ് നമ്മുടെ കൂട്ടുകാർ കുറേ ആഗ്രഹിച്ചാണ് വരുമെന്ന്. ബട്ട് കുറേ പേര് വരുമെന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. നമ്മുടെ ഗൂഗിളിൽ പക്ഷേ അതിന് ഇതുണ്ട്, ബട്ട് അതിന് കാശ് പേയ്മെൻ്റ് ഉള്ളതാണ്. പക്ഷേ നമ്മുടെ ഗെയിമിലേക്ക് ഫ്രീ ആയിട്ട് ഈ മാസം എൻഡിലാണെന്ന് തോന്നുന്നു അപ്ഡേറ്റ് വരുന്നത്. ആ അപ്ഡേറ്റിലൂടെ നമ്മൾ ചലഞ്ചസിൽ GTA 5 മോഡിൻ്റെ ഒരു ഇത് കാണും. ഞാൻ ഇപ്പം അതിൻ്റെ പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ചലഞ്ചസിൽ വരുന്ന GTA 5 മോഡ്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അത് ആഡ് ആവുക തന്നെ ചെയ്യും. നമ്മുടെ അപ്ഡേറ്റിൽ GTA 5 മോഡ് ഫില്ലായിരിക്കുകയാണ്. നമ്മുടെ ലോഡിങ്ങിൻ്റെ ഓപ്ഷൻ ഫില്ലായിരിക്കുകയാണ്. അത് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആവുക തന്നെ ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ GTA 5ൻ്റെ അത്രയും ക്ലാരിറ്റി ഇല്ല
എന്തുകൊണ്ട് തന്നെ ആയാലും നമ്മുടെ GTA 5 കൂട്ടർ ആഗ്രഹിച്ച രീതിയിൽ പോലെ തന്നെ അതിൻ്റെ ഗ്രാഫിക്സും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം പോലത്തെ ഒരു GTA 5 മോഡാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. അപ്പം നമുക്ക് പറയാം. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് പിന്നെ ആഡ് ആകാനിരിക്കുന്ന ഒരു അവഞ്ചേഴ്സിൻ്റെ മോഡാണ്. അവഞ്ചേഴ്സിൻ്റെ മോഡെന്ന് പറയുമ്പോൾ അവഞ്ചേഴ്സിൻ്റെ ഷോറൂം ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് അവഞ്ചേഴ്സിൻ്റെ ഗ്യാരേജ് ഉണ്ടായിരിക്കും, അവഞ്ചേഴ്സിൻ്റെ ബിൽഡിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവഞ്ചേഴ്സിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സും വരാൻ പോവാണ്. അതിൽ കുറച്ച് റൂമേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അയൺമാൻ, തോറ്, ബാറ്റ്മാൻ, സ്പൈഡർമാനാണ്. ഈ 4 പേര് 2 ഏതായാലും ആഡാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര ആടായാലും ഒരെണ്ണമെങ്കിലും ആഡാവും. അതിൽ നമ്മുടെ ഇതിനകത്തുള്ള അയൺമാൻ കൺഫേം ആയ കാര്യമാണ്. അയൺമാൻ നമ്മുടെ അവഞ്ചേഴ്സ് മോഡിൽ ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ആഡാകുക തന്നെ ചെയ്യും. അതിനൊരു കൺഫ്യൂഷൻ വേണ്ട, ആഡാകുക തന്നെ ചെയ്യും. ഈ അപ്ഡേറ്റിൽ അല്ലെങ്കിൽ ഈ അപ്ഡേറ്റിൽ കൂടുതൽ ഐറ്റംസ് ആഡായ അടുത്ത അപ്ഡേറ്റിൽ ആവത്തുള്ളായിരിക്കും. എന്തായാലും നമ്മൾ ഇതിൻ്റെ ആഡാകുക തന്നെ ചെയ്യും. ഗൈസ്, ഇപ്പോൾ നമുക്ക് അതിൻ്റെ പിക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഗോഡ്സിലേനെ എടുക്കേണ്ടതെന്ന് പറയാം. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ 6 സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഇടാം, എന്നിട്ട് വണ്ടി ഇറങ്ങണം. ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച്, അതായത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഗോഡ്സില്ല എന്ന് പറഞ്ഞൊരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കാം. ആ പേസ്റ്റ് ചെയ്ത ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ കീബോർഡിലോട്ട് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ മൊബൈൽ ഫോൺ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. അത് കോപ്പി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുകയാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കാണുന്നതായിരിക്കും. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇൻ്റർനെറ്റ് എടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ടു പേസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. സൈഡിലൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ചാടി കയറി പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഓർക്കണം, അതായത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് എപ്പോഴും ഓൺ ആയിരിക്കണം, ഇല്ലെങ്കിൽ എറർ എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് നിങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം, ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം, ഒന്ന് ഇൻ്റർനെറ്റ് ഒന്ന് ലോഡായി വരാനായിട്ട്. എന്നിട്ട് പേസ്റ്റ് പിടിച്ചേക്കും. പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫയൽ ലോഡർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയാം, ഇൻ്റർനെറ്റ് ഓൺ ആക്കണം. ഇൻ്റർനെറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പേസ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം ഇൻ്റർനെറ്റൊക്കെ നമ്മുടെ ഗെയിമിലേക്കൊന്ന് ലോഡായി വരാൻ വേണ്ടിയാണ്. അപ്പം എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിക്കണം. ബാക്ക് അടിച്ചിട്ട് ചലഞ്ചസിൽ പോകണം. ചലഞ്ചസിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗോഡ്സില്ല എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മുടെ ഡെവലപ്പറിനെ തെറ്റിപ്പോയി സോഡ്സില്ല എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അന്നേരം നിങ്ങൾ അതടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഗോഡ്സിലേനെ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെയായിട്ട് നമ്മുടെ ഗോഡ്സിലുണ്ട്. അപ്പം ഇനി നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം തിരുത്തി അടുത്ത വീഡിയോയിൽ ഞാൻ നന്നായിട്ട് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.